നമസ്കാരം. യൂട്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപജില്ലാ കലോത്സവം സമാപിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള കേന്ദ്ര സ്കോളർഷിപ്പ് കോളേജ് അധികൃതർ തട്ടിയെടുത്തതായി പരാതി. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് കോപ്പറേറ്റീവ് കോളേജ് ഭരണസമിതി. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. ഞാൻ അജീഷ് കല്ലൂർ. വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ GHS ആനമങ്ങാട് ചാമ്പ്യന്മാരായി. UP വിഭാഗത്തിൽ AMUPS പൂവത്താണിയും LP വിഭാഗത്തിൽ AMLP പൊന്നിയാംകുറിശ്ശിയും ചാമ്പ്യന്മാരായി. 3 ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ EMS വിദ്യാഭ്യാസ കോംപ്ലക്സിൽ നടന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം നേടി. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളും താഴേക്കോട് PTM HSSും 2ാം സ്ഥാനം പങ്കിട്ടു. ഹൈസ്കൂൾ വിഭാഗത്തിൽ GHS ആനമങ്ങാട് 1ാം സ്ഥാനവും GHS കുന്നക്കാവ് 2ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ AMUPS പൂവത്താണി, AMUPS എരവിമംഗലം എന്നീ വിദ്യാലയങ്ങൾ യഥാക്രമം 1ഉം 2ഉം സ്ഥാനം നേടി. LP വിഭാഗത്തിൽ AMLPS പൊന്നിയാംകുറിശ്ശി സൗത്തും SM AMLPS ആലിപ്പറമ്പും യഥാക്രമം 1ഉം 2ഉം സ്ഥാനം നേടി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽ രാജ് ഉദ്ഘാടനം ചെയ്തു. M മുഹമ്മദ് സലീം അധ്യക്ഷം വഹിച്ചു. പെരിന്തൽമണ്ണ AEO P ചന്ദ്രൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽമാരായ KV ഫൗസിയ, P അനിൽ, അധ്യാപകരായ P ശിവദാസ്, P സതീദേവി എന്നിവരും MK ശ്രീധരൻ, AP സുശീല, പത്മനാഭൻ, PP ശശീന്ദ്രൻ എന്നിവരും സംസാരിച്ചു. NSDCക്ക് കീഴിൽ വിദ്യാർത്ഥികൾക്കുള്ള കേന്ദ്ര സർക്കാർ ഫണ്ട് പരീക്ഷാ കേന്ദ്രവും സ്വകാര്യ ഏജൻസിയും തട്ടിയെടുക്കുന്നതായി വിദ്യാർത്ഥികളുടെ പരാതി. പെരിന്തൽമണ്ണ കോപ്പറേറ്റീവ് കോളേജിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ NSDC പദ്ധതിക്ക് കീഴിൽ വ്യക്തിത്വ വികാസ കമ്പ്യൂട്ടർ പരീക്ഷ നടത്തി 350ഓളം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി 35 ലക്ഷം രൂപ പരീക്ഷാ നടത്തിപ്പ് കേന്ദ്രവും സ്വകാര്യ ഏജൻസിയും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് വിദ്യാർത്ഥികളുടെ പരാതി. പരീക്ഷ എഴുതി വിജയിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും 10,000 രൂപ ലഭിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ പദ്ധതി. ഇതിനായി വിദ്യാർത്ഥികൾക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിരുന്നു. പരീക്ഷ എഴുതി വിജയിച്ച 205 വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിൽ 10,000 രൂപ വീതം വന്നതായി സന്ദേശം മൊബൈൽ ഫോണിൽ വന്നപ്പോഴാണ് പലരും സ്കോളർഷിപ്പിനെ കുറിച്ച് അറിയുന്നത്. തുടർന്ന് അധികൃതർ പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ വിദ്യാർത്ഥികൾ പരാതി നൽകുകയായിരുന്നു. ഞങ്ങളുടെ ഒരു കൺസെൻറ്റും ഇല്ലാതെ ഞങ്ങളെ കൊണ്ട് എക്സാം ഒരു ക്ലാസ് എടുക്കാതെ ഞങ്ങളെ കൊണ്ട് എക്സാം അവരെന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് എക്സാം എഴുതി പാസ്സാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് വന്ന 10,000 രൂപ ഫണ്ട് ഇവർ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബാങ്കിൽ ഞങ്ങളുടേതല്ലാത്ത സിഗ്നേച്ചർ യൂസ് ചെയ്തിട്ടാണ് ബാങ്കിൽ ഓട്ടോ ഡെബിറ്റ് പ്രകാരം അവർക്ക് ഈ ഫണ്ട് മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടേതല്ലാത്ത സിഗ്നേച്ചർ വെച്ച് ബാങ്കിൽ ഇത് മിസ്യൂസ് ചെയ്യാൻ ഞങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഞങ്ങളെ ഫോണിലേക്ക് എല്ലാവർക്കും 10,000 രൂപ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ ഓട്ടോ ഡെബിറ്റ് സൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ആ ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതേസമയം കോളേജിനെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. അക്കൗണ്ടിൽ വന്ന 10,000 രൂപയിൽ 6,500 രൂപ കേന്ദ്ര ട്രെയിനിംഗ് ഏജൻസിക്കുള്ളതാണെന്നും ബാക്കി വരുന്ന 3,500 രൂപയിൽ 1,000 രൂപ ഓരോ വിദ്യാർത്ഥിക്കും രജിസ്ട്രേഷൻ ഫീസായി കോളേജ് അടച്ചിട്ടുണ്ടെന്നും അധികൃതർ പറയുന്നു. പരീക്ഷയിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 3,500 രൂപയും അതുപോലെ കേന്ദ്ര ട്രെയിനിംഗ് ഏജൻസിക്ക് 6,500 രൂപയുമാണ് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത്. വിദ്യാർത്ഥികളുടെ അക്കൗണ്ട് വഴി തന്നെയാണ് തുക ലഭ്യമാവുന്നത്. ആയതിനാൽ ഇതിൻ്റെ വിദ്യാർത്ഥികൾക്ക് 3,500 ലഭിക്കുന്നതിൻ്റെ അവരുടെ അക്കൗണ്ടിൽ കൃത്യമായി ആ പണമുണ്ട്. അത് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ചൊവ്വാഴ്ച വിതരണം ചെയ്യും. ഇതുവരെ പെരിന്തൽമണ്ണ കോപ്പറേറ്റീവ് ക്യാമ്പസ് കോളേജ് 1 രൂപയുടെ പോലും ട്രാൻസാക്ഷൻ അതുവഴി നടത്തിയിട്ടില്ല. വരുന്ന ചൊവ്വാഴ്ച വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുമായി ചർച്ച നടത്തി ബാക്കി വരുന്ന തുകയും ATM കാർഡും വിദ്യാർത്ഥികൾക്ക് നൽകുമെന്നും കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. രാഷ്ട്രീയ അതിപ്രസരമില്ലാതെയുള്ള കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. 61ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായി സഹകരണ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞതായി മന്ത്രി മഞ്ഞളാംകുഴി അലി പറഞ്ഞു. പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 61ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം അങ്ങാടിപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യക്ക് മാതൃകയാണ് സംശയം. നമ്മൾ കുറച്ചുകൂടി ശ്രമിക്കുകയാണെങ്കിൽ അത് ലോകത്ത് തന്നെ മാതൃകയാണ്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ അവസ്ഥയിലും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ കാര്യത്തോടുകൂടി പിടിച്ചിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതേപോലുള്ള സഹകരണ സംഘടനകളുടെ പ്രവർത്തനമാണ്.
ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരൊക്കെ പോകുന്നത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ മാതൃകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മങ്കട MLA TA അഹമ്മദ് കബീർ അധ്യക്ഷം വഹിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ സാമൂഹ്യ സാമ്പത്തിക അഭിവൃദ്ധിക്ക് സഹകരണ മാതൃക എന്ന വിഷയം അവതരിപ്പിച്ച് EMS മെമ്മോറിയൽ ട്രെയിനിംഗ് സെന്ററിലെ V കാർത്തികേയൻ ക്ലാസ് എടുത്തു. മലപ്പുറം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ V അബ്ദുൽ നാസർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ T ലിസിയാമ, P ഉസ്മാൻ, P രാധാകൃഷ്ണൻ, VK ഹംസ, KP മുഹമ്മദ് ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ശുഭമാംഗല്യം വെഡിംഗ് ജ്വല്ലറി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. ശുഭമാംഗല്യം വെഡിംഗ് ജ്വല്ലറി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. ശുഭമാംഗല്യം വെഡിംഗ് ജ്വല്ലറി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. സർഫ കോഡ്സ്, സർഫ കോഡ്സ്, സർഫ കോഡ്സ്. സുന്ദരവും ഓമനത്വമുള്ള വീടിന് സർഫ കോഡ്സ് പെയിന്റ്സ് തന്നെ എപ്പോഴും ഉപയോഗിക്കൂ. പെയിന്റ് പോയിന്റ്, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ. കളറിംഗ് യുവർ ഡ്രീംസ്. പാചകവാതക സബ്സിഡി ബാങ്ക് വഴിയാക്കുന്ന DBTL പദ്ധതിക്ക് തുടക്കമായി. ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാത്തവർക്ക് 6 മാസം സമയം നൽകും. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും പദ്ധതി ആരംഭിച്ചു. സംസ്ഥാനത്തെ പാചകവാതക ഉപഭോക്താക്കൾക്കുള്ള സബ്സിഡി ശനിയാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടിലൂടെയായിരിക്കും ലഭിക്കുക. 75 ലക്ഷം ഉപഭോക്താക്കളിൽ കണക്ഷനും ബാങ്ക് അക്കൗണ്ടും ബന്ധിപ്പിച്ചുള്ള 48 ലക്ഷം പേർക്ക് ഇനി മുതൽ ബാങ്ക് വഴി സബ്സിഡി ലഭിക്കും. ശേഷിക്കുന്ന 27 ലക്ഷം പേർക്ക് 6 മാസം സമയം അനുവദിച്ചു. ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാത്തവർക്ക് ഫെബ്രുവരി മാസം വരെ മാത്രമായിരിക്കും സബ്സിഡി ലഭ്യമാവുക. മെയ് മാസം വരെയുള്ള 3 മാസം ഇത്തരക്കാർ മുഴുവൻ തുക നൽകി സിലിണ്ടർ വാങ്ങേണ്ടി വരും. ഇവരുടെ ഈ കാലയളവിലെ സബ്സിഡി തുക പിന്നീട് ബാങ്ക് അക്കൗണ്ടിൽ വന്നു ചേരും. LPG കണക്ഷൻ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുന്നവർക്ക് 568 രൂപ അഡ്വാൻസായി അക്കൗണ്ടിലേക്ക് സബ്സിഡി പണം വരും. നേരത്തെ ഇത് 435 രൂപയായിരുന്നു. ആധാർ കാർഡ് ഇല്ലാത്ത ഉപഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ വിവരങ്ങൾ ഫോറം 4 പൂരിപ്പിച്ച് ഗ്യാസ് വിതരണ ഏജൻസിക്കും 17 അക്ക കണക്ഷൻ നമ്പർ ഫോറം 3 പൂരിപ്പിച്ച് ബാങ്കിനും നൽകണം. ഗ്യാസ് വിതരണം ചെയ്ത് 3 ദിവസത്തിനു ശേഷവും സബ്സിഡി പണം ബാങ്കിൽ വന്നില്ലെങ്കിൽ 1800-233555 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പരാതി അറിയിക്കാം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സർഗോത്സവം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി മുതിർന്ന കലാകാരന്മാരെ ആദരിക്കൽ ചടങ്ങും നടന്നു. കോൽക്കളി കലാകാരൻ അരീക്കോടൻ കുഞ്ഞു മുഹമ്മദ്, ചവിട്ടുകളി ആശാൻ പൊറ്റയിൽ അപ്പു, പുതുക്കുടി മുഹമ്മദ് എന്ന വാപ്പു, പള്ളിയാൽ പാടത്ത് അപ്പു, KV നാരായണൻ, തുയിലുണർത്ത് കലാകാരൻ കലമ്പറമ്പിൽ ബാലൻ, PC അരവിന്ദൻ എന്നീ മുൻകാല കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്തിൽ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തിരൂർക്കാട് LP AMLP സ്കൂളിൽ നടന്ന ചടങ്ങ് പ്രശസ്ത ഗായകൻ VT മുരളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാഠപുസ്തകത്തിൽ മയിൽ പീലി വെച്ച് കൊണ്ട് പീലി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞ് പണ്ട് ഉപ്പ കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്നു ഇപ്പോഴാ കഥകളെ നീ അപ്പടി മറന്നു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സർഗോത്സവം 2014 പഞ്ചായത്ത് പ്രസിഡന്റ് കോറാടൻ റംല ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കളത്തിൽ ശങ്കുണ്ണി അധ്യക്ഷം വഹിച്ചു. വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ഷംസാദ് ബീഗം, ചോലയിൽ ഹുസൈൻ, KT ഗീത, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കളത്തിൽ സുഹറ, U രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KT സിദ്ദീഖ്, ഷബീർ കറുമുക്കിൽ, KT നാരായണൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. ആരോഗ്യരംഗത്തെ കേരളം ലോകത്തിന് തന്നെ മാതൃകയാകുന്നതായി മന്ത്രി AP അനിൽകുമാർ.
ലോക പക്ഷാഘാത ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതുകൊണ്ട് തന്നെ ഇന്ന് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ, ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് കേരളം. മാത്രമല്ല ലോകത്തിലെ ഇതര രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചെലവ് കുറഞ്ഞ ചികിത്സ ലഭ്യമാകുന്ന സംസ്ഥാനമാണ് കേരളം. ഞങ്ങൾ ഹെൽത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ വളരെ പല ദൂരെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ നാട്ടിൽ വന്ന് ചികിത്സ നടത്തി പോയി കഴിഞ്ഞാൽ പോലും ആ രാജ്യത്ത് കൊടുക്കുന്ന ചികിത്സയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റ് IMA, EMS സഹകരണ ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പക്ഷാഘാത ദിനാചരണ സംസ്ഥാനതല ബോധവൽക്കരണ പരിപാടി പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ചത്. ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K. മോഹൻദാസ് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ആശുപത്രി ചെയർമാൻ ഡോക്ടർ A. മുഹമ്മദ്, ഡോക്ടർ UV സീതി, IMA കേരള സെക്രട്ടറി ഡോക്ടർ AV ജയകൃഷ്ണൻ, ഡോക്ടർ KP വിനയൻ, ഡോക്ടർ VT രവി, ഡോക്ടർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പക്ഷാഘാത ദിനാചരണത്തിന്റെ ഭാഗമായ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാറും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പക്ഷാഘാതത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളുടെ പ്രവർത്തനത്തിലുള്ള തകരാറാണ്. ഇത് 80-85% അടഞ്ഞിട്ടുണ്ടാവുമ്പോൾ ബാക്കി 15-20% ആളുകളിൽ ഇത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടിയിട്ടാണ് ഉണ്ടാകുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രദർശനം ശ്രദ്ധേയമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപജില്ലാ കലോത്സവം സമാപിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള കേന്ദ്ര സ്കോളർഷിപ്പ് കോളേജ് അധികൃതർ തട്ടിയെടുത്തതായി പരാതി. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് കോപ്പറേറ്റീവ് കോളേജ് ഭരണസമിതി. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.